അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളും വിശകലനങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. സ്വദേശി വിദ്യാർത്ഥികളുടെ തൊഴിൽപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അബുദാബി എക്സിബിഷൻ സെന്ററിൽ സംഘടിപ്പിച്ച എമിറാത്തി ടാലന്റ് ഷോ UAEയുടെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹിയാൻ സന്ദർശിച്ചു. 100% ഇമറാത്തി എന്ന മുദ്രാവാക്യവുമായാണ് അബുദാബി സെന്റർ ഫോർ ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്വദേശി വിദ്യാർത്ഥികൾക്കായി എമിറേറ്റ് സ്കിൽ നാഷണൽ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത്. സ്വദേശികളിലെ തൊഴിൽപരമായ കഴിവുകളെ കണ്ടെത്തി അത് വികസിപ്പിച്ച് എടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരുക്കിയ ഈ പരിപാടിയിൽ UAE ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹിയാൻ സന്ദർശിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനം നൽകി. 3 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ 600ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മൊബൈൽ റോബോട്ട്, എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, നഴ്സിംഗ്, കാർപ്പൻട്രി, ടൈലറിംഗ്, ഗാർഡനിംഗ്, മറ്റ് ടെക്നിക്കൽ ട്രെയിനിങ്ങുകളും അടക്കം 40ഓളം വിഭാഗങ്ങളിലായിട്ടാണ് എമിറേറ്റ് സ്കിൽ നാഷണൽ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത്. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് UAE ടീമിൽ ഇടം നേടാനും 2017 നടക്കുന്ന വേൾഡ് സ്കിൽ കോമ്പറ്റീഷനിൽ പങ്കാളികളാവാനും സാധിക്കും. ഈ മേളയിലെത്തിയ ആഭ്യന്തരമന്ത്രി എല്ലാ സ്റ്റാളുകളും സന്ദർശിക്കുകയും തൊഴിൽപരമായ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കിംഗ് ഗ്രൂപ്പായ യെസ് ബാങ്ക് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിനിധി ഓഫീസ് അബുദാബിയിൽ തുറന്നു. UAE സാംസ്കാരിക യുവജന സാമൂഹിക വികസനകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനാണ് യെസ് ബാങ്കിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര പ്രതിനിധി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ അംബാസഡർ TP സീതാറാം, യെസ് ബാങ്ക് MDയും CEOയുമായ റാണ കപൂർ, BR ഷെട്ടി തുടങ്ങി ബാങ്കിംഗ്, മണി എക്സ്ചേഞ്ച് മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. യെസ് ബാങ്കിന്റെ വരവോടുകൂടി ഇന്ത്യയുമായുള്ള ബാങ്കിംഗ് ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ IT മേഖലകളിലും വിമാനത്താവളങ്ങളിലും UAE കമ്പനികൾ നിക്ഷേപമിറക്കാൻ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ UAE വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നും ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. 10 വർഷക്കാലമായി ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന യെസ് ബാങ്ക് ആദ്യമായിട്ടാണ് തങ്ങളുടെ പ്രവർത്തനം ഇന്ത്യക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നത്. ദുബായിലും മറ്റ് GCC രാജ്യങ്ങളിലും ഓഫീസുകൾ തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. വടകര NRI ഫോറം അബുദാബി ചാപ്റ്റർ സംഘടിപ്പിച്ച വടകര മഹോത്സവം വിപുലമായ പരിപാടികളോടെ മലയാളി സമാജ അങ്കണത്തിൽ നടന്നു. ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നേപ്പാൾ ഭൂകമ്പ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. അബുദാബി മലയാളി സമാജത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് വടകര മഹോത്സവം അരങ്ങേറിയത്. കേരളത്തിലെ ഉത്സവ പ്രതീതിയിൽ കൊടിയുയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. അബുദാബി പോലീസിലെ ആരോഗ്യ വിഭാഗം മേധാവി മേജർ ഡോക്ടർ സുവൈദ് അൽ ജോബരി, യൂണിവേഴ്സൽ ആശുപത്രി CEO ഹമദ് അൽ ഗുസ്നി, ഊരാളുങ്കൽ സൊസൈറ്റി ഡയറക്ടർ രമേശ് പാലേരി, മലയാളി സമാജം പ്രസിഡന്റ് B യേശുശീലൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വടക്കൻ മലബാറിന്റെ ധനത ഭക്ഷ്യവിഭവങ്ങളും പലഹാരങ്ങളും ഒരുക്കിയ ഫോറം വനിതാ വിഭാഗത്തിന്റെ സ്റ്റാളുകളും കാർഷിക ഗാർഹിക ഉപകരണങ്ങളുടെ പ്രദർശനവും ഏറെ ശ്രദ്ധേയമായി. ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നേപ്പാൾ ഭൂകമ്പ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ത്യൻ എംബസി വഴി നൽകുമെന്ന് സംഘാടകർ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇന്നിവിടെ നടത്തിയിരിക്കുന്ന ഫണ്ട് തീർച്ചയായിട്ടും നമ്മൾ നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ച ഭൂമി കുലുക്കത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയിലേക്കാണ് ഈ ചാരിറ്റി ഫണ്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇപ്പോൾ കണ്ടതാണ്, ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ NRI ഫോറത്തിൻ്റെ കുടുംബിനികൾ, നമ്മുടെ എല്ലാവരെയും ബന്ധുക്കൾ, ഭാര്യമാർ, കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോറം അംഗങ്ങൾ അവതരിപ്പിച്ച കളരിപ്പയറ്റ്, കോൽക്കണി, ദർഭമുട്ട്, ഒപ്പന, വിവിധ കൂട്ടായ്മകൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ എന്നിവ വടകര മഹോത്സവത്തെ വർണ്ണാഭമാക്കി മാറ്റി. മഹോത്സവത്തിന്റെ 2ാം ഘട്ടം മെയ് 14 ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ വിവിധ പരിപാടികളോടെ നടക്കും. ആഗിൻ കിപ്രം, അമൃത ന്യൂസ്, അബുദാബി. കേരള സോഷ്യൽ സെന്ററിന്റെ കലാവിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മേഘമൽഗാർ എന്ന ഗസൽ പരിപാടിയോടെ നടന്നു. ലളിതമായ ചടങ്ങുകളോടെ നടന്ന ഉദ്ഘാടന പരിപാടിക്ക് സെന്റർ വൈസ് പ്രസിഡന്റ് KV പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മധു പരവൂർ, കലാവിഭാഗം സെക്രട്ടറി അനസ് കൊടുങ്ങല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ ഗസൽ ഗായകൻ ഹാഷർ ചാവക്കാട്, സുധാ സുധീർ എന്നിവരുടെ മലയാളം, ഹിന്ദി ഗസൽ ഗാനങ്ങളാണ് സെന്റർ കലാവിഭാഗം ഉദ്ഘാടന ചടങ്ങിനെ കൂടുതൽ ആകർഷകമാക്കിയത്. മേഘമൽഹാർ ഗസൽ രാവിൽ സലാം കൊച്ചിൻ, മുഹമ്മദ് അലി കൊടുമുണ്ട, കൃഷ്ണകുമാർ, പോൾസൺ തുടങ്ങി പ്രവാസ ലോകത്തെ ശ്രദ്ധേയരായ കലാകാരന്മാർ അണിനിരന്നു. ഈ പ്രവർത്തന വർഷം വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി സെന്റർ കലാവിഭാഗം സജീവമായിരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു.
UAE-യിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി അബുദാബിയിലെ അബു അഷ്റഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെവൻസ് ഫുട്ബോളിൽ സിൽവർ സ്റ്റാർ അജ്മാൻ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചു. അബു അഷ്റഫ് സ്പോർട്സ് അബുദാബി സംഘടിപ്പിച്ച 4ാമത് എമിറേറ്റ്സ് സ്റ്റീൽ വേൾഡ് കപ്പ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഓഫീസേഴ്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം നാട്ടിലെ സെവൻസ് ഫുട്ബോളിനെ ഓർമ്മപ്പെടുത്തും വിധമായിരുന്നു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ സിൽവർ സ്റ്റാർ അജ്മാൻ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തീമ ഗ്രൂപ്പ് ദുബൈയെ പരാജയപ്പെടുത്തി. പ്രവാസ ലോകത്തെ മലയാളികളുടെ ഫുട്ബോളിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകരായ അബു അഷ്റഫ് ഗ്രൂപ്പ് MD അഷ്റഫ് അമൃത ന്യൂസിനോട് പറഞ്ഞു. അബുദാബിയിലെ കായിക രംഗത്ത് ഫുട്ബോളിൻ്റെ ഒരു വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും മലയാളികളുടെ ഈ മാമാങ്കത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് ജ്വലിപ്പിക്കുവാനും നമ്മുടെ അബു അഷ്റഫിന്റെ ഒരു എളിയ ശ്രമമാണിത്. 24 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിന്റെ 2ാം സെമിഫൈനലിൽ അൽത്തോയ് ഫിഷിനെ ടൈബ്രേക്കറിൽ സിൽവർ സ്റ്റാർ അജ്മാൻ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിക്കുകയായിരുന്നു. ഇവിടെ എടുക്കുന്ന കായിക പ്രേമികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അബു അഷ്റഫ് അതിൻ്റെ സ്പോർട്സ് വിങ് നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ആയതുകൊണ്ട് അവരെ ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ സ്പോർട്സ് രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ സ്പോർട്സ് രംഗത്ത് കൂടുതൽ സജീവമായി കൊണ്ടുവരാനുള്ള ഒരു ഉന്നമനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജേതാക്കൾക്കുള്ള ട്രോഫി ജെമിനി ബിൽഡിംഗ് മെറ്റീരിയൽ മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു സമ്മാനിച്ചു. സമ്മാനദാന ചടങ്ങിന് സേഫ് ലൈൻ MD അബൂബക്കർ, അഷ്റഫ് പട്ടാമ്പി, അബു അഷ്റഫ് ഗ്രൂപ്പ് MD അഷ്റഫ് എന്നിവരും പങ്കെടുത്തു. കലാകായിക രംഗങ്ങളിൽ തന്റെ പ്രതിഭ തെളിയിക്കുന്ന ഒരു കൊച്ചു കലാകാരനായ ഷിഫിൻ ഷാ റഫീഖാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ. അബുദാബി മോഡൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഷിഫിൻ ഷാ റഫീഖ് എന്ന ബഹുമുഖ പ്രതിഭയെയാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ പരിചയപ്പെടുത്തുന്നത്. കലാസാഹിത്യ മേഖലയിൽ കുഞ്ഞുനാളിലെ തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞ ഷഫിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഭിനയരംഗത്തും സംഗീതരംഗത്തും സജീവമായി തുടങ്ങി. നിരവധി വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ പാരൻസൊക്കെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു. ടീച്ചേഴ്സൊക്കെ ഓരോ സംഘടനകൾക്കും പിന്നെ അവിടെ തന്നെ പരിപാടികൾക്കും എൻ്റെ പേര് കൊടുത്തു തുടങ്ങി. അങ്ങനെ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ കൂടി. തൃശൂർ ജില്ലയിലെ മാള സ്വദേശിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് റഫീഖ്, ഡോക്ടർ ഹസീന റഫീഖ് എന്നിവരുടെ മകനാണ് ഷഫിൻ ഷാ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ കലോത്സവത്തിൽ പ്രച്ഛന്നവേഷ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഷഫിൻ ഷാ കലാരംഗത്ത് കാലെടുത്തു വച്ചത്. അന്നു മുതൽ ഓരോ വർഷവും ഫാൻസി ഡ്രസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടാൻ ഈ പ്രതിഭയ്ക്ക് സാധിച്ചു. 1ാം ക്ലാസ് മുതലാണ് ഞാൻ സ്റ്റേജിൽ കയറി അഭിനയിക്കാൻ തുടങ്ങിയത്. ഫാൻസി ഡ്രസ്സിലാണ് തുടങ്ങിയത്. അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ചാർലി ചാപ്ലിൻ ആയിട്ടാണ് അതിൽ അഭിനയിച്ചത്. പിന്നെ അങ്ങനെ കുറെ അഭിനയിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സ്മോക്കിങ്ങിനെതിരായിട്ട് ഞാൻ ഒരു ഇതുണ്ടായിരുന്നു. അതിനെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. സംഗീത ഇനങ്ങളിൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാന മത്സരങ്ങൾ എന്നിവയിലും കവിതാലാപന മത്സരങ്ങളിലും സ്കൂൾ തലത്തിലെന്ന പോലെ തന്നെ വിവിധ സംഘടനകളുടെയും കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടാനായിട്ടുണ്ട്. മറ്റു കുട്ടികളിൽ നിന്ന് ഷഫിൻ ഷായെ വ്യത്യസ്തനാക്കുന്നതിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കഥകളി എന്ന കലാരൂപത്തെ തന്റെ സഹപാഠികൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും അതേക്കുറിച്ച് അവബോധമുണ്ടാക്കുവാനുമായി കഥകളിയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അബുദാബി മോഡൽ സ്കൂളിൽ ഷഫിൻ ഷാ കഥകളി അവതരിപ്പിച്ചു. ഇതിനുള്ള വേഷവിധാനങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടെ സ്വയം നിർമ്മിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം സ്കൂൾ കലോത്സവത്തിൽ സ്വന്തമായി എഴുതി സംഗീതം ചെയ്തു പാടിയ ലളിതഗാനത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. സിന്ദൂരകളഭം നെറ്റിയിൽ ചാർത്തിയ നേരം നിൻ കാതുകളിൽ ഞാൻ പാടും ഗീതം. പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഷഫിൻ തന്നെ രചിച്ച മരുഭൂമിയിലെ കാക്ക എന്ന കവിത സ്കൂൾ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയും ഏറെ പ്രശംസ നേടുകയുമുണ്ടായി. മരുഭൂമിയിലെ കാക്ക ശരിക്കും പറയുന്നത്
നമ്മുടെ കേരളത്തിൽ ഭാവിയിലുണ്ടാവുന്ന അവസ്ഥ, ഭാവിയിൽ എന്തായി മാറും നമ്മുടെ കേരളം, ഒരു മരുഭൂമിയായി മാറുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ ആ കവിതയിൽ ഉന്നയിക്കുന്നത്. അതിലെ വരികൾ ഇതാണ്: തിളങ്ങും ചെറിയ കണ്ണുകളിൽ ചോരത്തുള്ളികൾ, ആരു കണ്ടാലും പുച്ഛിച്ചു തള്ളുമാ കാക്ക, വന്നുപെട്ടു ഒരു മരുഭൂമിയിൽ. ജീവന്റെ തുള്ളികൾ കിട്ടുവാനായി ദാഹിച്ചു നിന്നു, ആരുമില്ല തുണയായ. ഡോക്യുമെന്ററി സിനിമയിലും ഷോർട്ട് ഫിലിമുകളിലും ആകൃഷ്ടനായ ഷഫിൻ ഷാ തന്റെ സഹപാഠികളുമായി ചേർന്ന് ഈ മേഖലയിലും കൈവച്ചു കഴിഞ്ഞു. UAE-യിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാസഞ്ചേഴ്സ് ഓഫ് ഡെസേർട്ട് എന്ന ഡോക്യുമെന്ററിയുടെ രചനയും ഫോട്ടോഗ്രാഫിയും സംവിധാനവും ഷഫിൻ ഷാ നിർവഹിച്ചു. ഈ ഡോക്യുമെന്ററിയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രവാസികൾ ഏതൊക്കെ തരത്തിലുള്ളതാണെന്നാണ്. ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, പിന്നെ അപ്പർ ക്ലാസ്, അത് എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രവാസികൾ ജീവിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ലോക്കൽസ് ജീവിക്കുന്നത്, എല്ലാം അതിലുണ്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനായപ്പോൾ തൊഴിൽ രംഗത്ത് കഷ്ടത അനുഭവിക്കുന്നവരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനായി സ്കൂളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാനും ഇവർക്കുള്ള സഹായങ്ങൾ എത്തിക്കുവാനുമായി റെഡ് ക്രസന്റുമായി സഹകരിച്ചു പ്രവർത്തിക്കുവാനും തീരുമാനിച്ചു. സ്കൂളിലെ കായിക മത്സരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഷഫിൻ ഷാ കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് നേടി. 2013 കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കത്ത, കുമിത്തൈ എന്നീ വിഭാഗത്തിൽ ഇന്റർനാഷണൽ ചാമ്പ്യനാണ് ഷഫിൻ ഷാ. സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, ചിത്രരചന, റൂബിക്സ് ക്യൂബ് എന്നിവ ഹോബികളാണ്. നല്ല ഒരു വായനക്കാരനായ ഈ വിദ്യാർത്ഥി തന്റെ വീട്ടിൽ സ്വന്തമായി ഒരു കൊച്ചു ലൈബ്രറിയും സ്ഥാപിച്ചു കഴിഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിൽ എന്നതുപോലെ തന്നെ പഠനരംഗത്തും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഈ മിടുക്കൻ. മോഡൽ സ്കൂളിലെ എല്ലാ ക്രിയേറ്റീവ് വർക്കുകളിലും വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്ന ഷഫിൻ ഷാ ചിത്രരചനാ രംഗത്തും കായിക രംഗത്തും മുന്നിൽ തന്നെയാണ്. സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വാൾ മാഗസിൻ, കൊളാഷ്, സ്റ്റിൽ മോഡൽസ് എന്നിവയിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. UAE എന്ന രാജ്യത്തിന്റെ രൂപീകരണം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പ്രതിപാദിക്കുന്ന ഫോട്ടോകൾ അടങ്ങിയ അട്രാക്ഷൻസ് ഓഫ് UAE എന്ന വലിയ ആൽബം സ്വന്തമായി രൂപകൽപ്പന ചെയ്യുകയും സ്കൂളിൽ തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുമുണ്ടായി. ഷഫിൻ ഷായുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളും എന്നും കൂടെയുണ്ട്. ഒരു മുൻകാല നാടക പ്രവർത്തകൻ കൂടിയായ പിതാവിന്റെ രചനകളും നാടക പ്രവർത്തനങ്ങളുമാണ് കലാരംഗത്ത് ഷഫിൻ ഷായ്ക്ക് പ്രചോദനമായത്. മോഡൽ സ്കൂളിലെ HOS ആയ മാതാവ് ഹസീന പഠനകാര്യങ്ങളിൽ വീഴ്ച പറ്റാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. പിതാവിനെ പോലെ ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷഫിൻ ഷാ പഠനത്തോടൊപ്പം തന്നിലെ കലയും സാഹിത്യവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമത്തിലാണ്. ദന്ത സൗന്ദര്യ ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ഡോക്ടർ അനിതാബ് അലക്സ് ക്യാപിറ്റൽ ടിപ്സിൽ. ദന്ത സൗന്ദര്യ ചികിത്സയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? മനുഷ്യ സമൂഹത്തിനുള്ള ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് പുഞ്ചിരി. നല്ല പുഞ്ചിരി എന്നത് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അളവുകോലായി പരിഗണിക്കപ്പെടുന്നു. പല്ലുകളും മോണയും താടിയിലും ചേരുന്ന ഒരു സുവർണ അനുപാതം, ഇതാണ് പുഞ്ചിരിയെ മനോഹരമാക്കുന്നത്. പണ്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഒരുപക്ഷെ സെലക്ഷൻ കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് അയാളുടെ വ്യക്തിത്വവും അയാളുടെ പുഞ്ചിരിയും എല്ലാം പരമപ്രധാനമാണ്. പ്രധാനപ്പെട്ട ദന്ത സൗന്ദര്യ വർദ്ധക ചികിത്സകളാണ് വെനിയറിംഗ്,
ബ്ലീച്ചിങ്, ഡെൻ്റൽ ജ്വല്ലറി തുടങ്ങിയവ. ദന്ത സൗന്ദര്യ ചികിത്സയായ വെനീറിംഗ് എന്താണ്? വെനീർ എന്നാൽ വളരെ കനം കുറഞ്ഞ ഒരു കൃത്രിമ പാളിയാണിത്. ഇത് വളരെ പലതരത്തിലുള്ള ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല്ലിൻ്റെ ഏറ്റവും നാച്ചുറൽ ലുക്ക് വരുന്ന, പലർക്കും താല്പര്യമുള്ള ഏറ്റവും വെളുത്ത പല്ലുകൾ നമുക്ക് നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് വെനീറിംഗ് എന്നത്. പല്ലിനുണ്ടാകുന്ന നിറവ്യത്യാസം, പല്ലിനിടയിൽ കാണപ്പെടുന്ന വിടവുകൾ, അതേപോലെ പല്ലിൻ്റെ ആകൃതിയിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, ഇവയെല്ലാം പരിഹരിക്കുന്നതിന് ഈ വെനീറിംഗ് ചികിത്സാ രീതി വളരെ ഫലപ്രദമാണ്. വെനീറിംഗ് നമുക്ക് 2 രീതിയിലായിട്ട് അവൈലബിൾ ആണ്. ഒന്ന് സെറാമിക് വെനീറിംഗ്, 2 കോമ്പോസിറ്റ് വെനീറിംഗ്. കോമ്പോസിറ്റ് വെനീറിംഗ് നമ്മുടെ ചെയറിലിരുന്ന്, ഡെൻറ്റിസ്റ്റിനോട് ചേർന്നിരുന്ന് തന്നെ ചെയ്തു തീർക്കാവുന്ന ഒരു പ്രൊസീജിയറാണത്. കോമ്പോസിറ്റ് വെനീറിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോമ്പോസിറ്റ് എന്ന പല്ലിൻ്റെ നിറത്തിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് പല്ലിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പല്ലിൻ്റെ ഈ വൈകൃതങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്. രണ്ടാമത്തെ ചികിത്സാ മാർഗമായ സെറാമിക് വെനീറിംഗിൽ ചെയ്യുന്നത് ഒരു 0.5 മില്ലിമീറ്ററോളം പല്ലിൽ നിന്ന് രാഗി കളഞ്ഞ ശേഷം ഇതിൻ്റെ അളവെടുക്കും. ഈ അളവ് നമ്മൾ ലാബിലേക്ക് അയക്കുകയും ലാബിൽ നിന്ന് ഈ വെനീർ എന്ന കൃത്രിമ പാളി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പല്ലിലേക്ക് ഒട്ടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വെനീറിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ, അത് ഭാവിയിൽ കറ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ സെറാമിക് വെനീറിങ്ങിന് ഇത്തരമൊരു ദോഷമില്ല. എന്നാൽ താരതമ്യേന ചെലവ് കൂടുതലാണ് സെറാമിക് വെനീറിംഗ് ചെയ്യുന്നത്. ഡെന്റൽ ബ്ലീച്ചിംഗ് എന്ന ചികിത്സാ രീതി വിശദമാക്കാമോ? പല്ലിനുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഡെന്റൽ ബ്ലീച്ചിങ് എന്നത്. എല്ലാവർക്കും വളരെ വെളുത്ത പല്ലുകൾ ഒരു ഒബ്സഷനായിട്ട് തന്നെ പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടുള്ള പല്ലിൻ്റെ നിറം മഞ്ഞ കലർന്ന വെള്ളയാണ്. നമ്മുടെ പല്ലിൽ പലതരത്തിലുള്ള കറകൾ അടിഞ്ഞിരിക്കുന്നുണ്ട്. ഈ കറകളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് എക്സ്ട്രിൻസിക് സ്റ്റെയിൻ. എക്സ്ട്രിൻസിക് സ്റ്റെയിൻ എന്ന് വെച്ചാൽ പല്ലിൻ്റെ പുറം ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ. രണ്ടാമതായിട്ട് ഇൻട്രിൻസിക് സ്റ്റെയിൻസ്, അതായത് പല്ലിൻ്റെ ഉൾഭാഗത്തോട്ട് കാണപ്പെടുന്ന കറകളെയാണ് നമ്മൾ ഇൻട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. പല്ലിൻ്റെ പുറം ഭാഗത്ത് കാണപ്പെടുന്ന കറകൾ ഇത് ക്ലീനിങ്ങും പോളിഷിങ്ങും ചെയ്യുന്ന വഴി നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇൻട്രിൻസിക് സ്റ്റെയിൻസ് നമുക്ക് ബ്ലീച്ചിങ് വഴി പരിഹരിക്കാൻ കഴിയുകയില്ല. മറിച്ച് മുൻപ് സൂചിപ്പിച്ച ചികിത്സാ രീതിയായ വെനീറിംഗ് വഴി മാത്രമേ നമുക്ക് ഇൻട്രിൻസിക് സ്റ്റെയിൻസ് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ബ്ലീച്ചിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഹോം ബ്ലീച്ചിങ്. ഹോം ബ്ലീച്ചിങ് ചെയ്യുന്നത് ആദ്യം ഡെൻ്റൽ ഡോക്ടർ ഒരു അളവെടുത്ത ശേഷം അത് വെച്ച് ഒരു പ്രത്യേക ട്രേ ഉണ്ടാക്കും. ഈ ട്രേയിൽ ജെല്ല് നിറച്ച് രാത്രി പല്ലിൽ കടിച്ചു പിടിക്കണം. ഇതാണ് ഹോം ബ്ലീച്ചിങ് എന്ന ടെക്നിക്ക്. രണ്ടാമതായിട്ട് ഓഫീസ് ടെക്നിക്കാണ്. അതിൽ ഡോക്ടർ ചെയ്യുന്നത് ഒരു പ്രത്യേക ജെല്ല് പല്ലിൽ പുരട്ടിയ ശേഷം പ്രത്യേക ലൈറ്റ് അടിച്ച് ഈ ജെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് കാരണമാണ് ഈ ബ്ലീച്ചിങ് എന്ന പ്രക്രിയ നടക്കുന്നത്. ഡെൻ്റൽ ജ്വല്ലറി എന്ന ചികിത്സ അനുവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ പെട്ടെന്ന് അഴുക്കടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയായ ശുചിത്വം പാലിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. താടിയെല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൗന്ദര്യവർദ്ധക ചികിത്സകൾ എന്തെല്ലാമാണ്? 8 മുതൽ 12 വയസ്സ് വരെ നമുക്ക് പ്രത്യേക ഓർത്തോപെഡിക് അപ്ലയൻസ് ഉപയോഗിച്ചുകൊണ്ട് താടിയെല്ലിൻ്റെ വൈകൃതങ്ങൾ പരിഹരിക്കാവുന്നതാണ്. എന്നാൽ 18 വയസ്സിന് ശേഷം നമുക്ക് ഇത്തരം താടിയെല്ലിൻ്റെ വൈകൃതങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഓർത്തോഗ്നാറ്റിക് സർജറി എന്ന താരതമ്യേന സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടതായി വരും. ചിരിക്കുമ്പോൾ മോണ കാണുന്ന എന്നത് ഒരു സൗന്ദര്യ പ്രശ്നമായി പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ക്രൗൺ ലെങ്തനിങ് എന്ന താരതമ്യേന ചെറിയ ഒരു മൈനർ ശസ്ത്രക്രിയ വഴി നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എന്നാൽ വലിയ പ്രശ്നങ്ങൾ ലിഫോർഡ് 1 ഓസ്റ്റിയോട്ടമി എന്ന സങ്കീർണമായ ശസ്ത്രക്രിയ വഴി മാത്രമേ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. കീഴ്ത്താടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സജൈറ്റൽ സ്പ്ലിറ്റ് ഓസ്റ്റിയോട്ടമി എന്ന സർജറിയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഈ താടിയുടെ മാത്രം പ്രശ്നങ്ങൾ ജെനിയോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ വഴി പരിഹരിക്കാവുന്നതാണ്. മുൻപ് സൂചിപ്പിച്ച ശസ്ത്രക്രിയകൾ താരതമ്യേന സങ്കീർണമാണ്. ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി എന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സേവനമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് ദന്ത ചികിത്സയിലും പ്രകടമാണ്. ഈ മാറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി കൂടുതൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അവക്കാഡോ പ്രോൺ സലാഡ് എന്ന സ്പെഷ്യൽ വിഭവവുമായി രാജേഷ് ദേവദാസ് ക്യാപിറ്റൽ ലൈഫിൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. രുചിയുടെ ഈ ചെറിയ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു സാലഡ്. സാലഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നും പറയാം, ആണെന്നും പറയാം. ഓക്കെ, എന്താണത്? അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അവക്കാഡോ ആണ്. ഞാൻ അവക്കാഡോ കൊണ്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അവക്കാഡോ ഇപ്പം നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ ജ്യൂസ് വളരെയധികം വളരെ ടേസ്റ്റി ആയിട്ടുള്ള
ഒരു ജ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അവക്കാഡോ ആൻഡ് പ്രോൺസ് സാലഡ്. അവക്കാഡോ ആണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കോഴ്സ് പ്രോൺസ്. ഞാനിതിൽ ചെറിയ പ്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം എല്ലാവർക്കും കിട്ടാൻ വളരെ എളുപ്പമായതുകൊണ്ട് ഞാനും ചെറിയ പ്രോൺസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോൺസ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സാലഡിൽ മിക്സ് ചെയ്യാം. അത് ഞാൻ എങ്ങനെ പ്ലേറ്റ് ചെയ്തെന്ന് നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ തന്നെ ചോപ്പ് ടൊമാറ്റോ വളരെ നല്ല ടൊമാറ്റോ, കുറച്ച് ഹാർഡായിട്ടുള്ള ടൊമാറ്റോ നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചാണിത്. അതിനുശേഷം അണിയൻ, ഉള്ളി, ഇത് ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്ത് വെച്ചത്, അതായത് മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അവക്കാഡോ കട്ട് ചെയ്യുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൽ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി കിട്ടും. പിന്നെ അത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത അവക്കാഡോ ആയി മാറും. ഇത് നല്ല റൈപ്പായിട്ടുള്ള അവക്കാഡോ ആകുമ്പോൾ ഏറ്റവും നന്നായിരിക്കും. ഇത് കുറച്ച് കട്ടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. സോ അവക്കാഡോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ഒന്ന് വേണമെങ്കിൽ മാഷ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ഉള്ളത്? കുറച്ച് ഉള്ളി, ടൊമാറ്റോ, നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പ്രോൺസ്, കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയില ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചത്. നല്ല ഫ്ലേവർ തരുന്നൊരു ഹെർബാണത്. സോൾട്ട് ആവശ്യത്തിന്, ക്രഷ് പെപ്പർ, ബ്ലാക്ക് പെപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ബ്ലാക്ക് പെപ്പറിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് അത് ഗ്രീൻ ചില്ലിയാണ് യൂസ്, പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ നൗ ലെറ്റ് us ഇത് മിക്സ് ചെയ്യാം. അവക്കാഡോ കുറച്ച് ഹാർഡായതുകൊണ്ട് അത്ര ഇതാവുന്നില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ വെരി നൈസ് ഫ്രൂട്ട്. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ, ഒരല്പം ലെമൺ ജ്യൂസ്. അവക്കാഡോ കുറേ നേരം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ മാറും, കറുത്തു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. പക്ഷേ ലെമൺ ജ്യൂസ് അതിന് മാത്രമല്ല, ടേസ്റ്റിനും കൂടിയിട്ടാണ്. പക്ഷേ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവക്കാഡോ അതിൻ്റെ കളർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അവക്കാഡോ പ്രോൺ സാലഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഞാൻ എങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കും. ഒരു ചെറിയൊരു റിങ് വെച്ചിട്ട് അതിനകത്താണ് ഞാൻ സാലഡ് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പ്രോൺ നിർത്തി വയ്ക്കാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. ബാക്കിയുള്ള പ്രോൺസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. നമുക്കിനി ഈ റിങ് എല്ലാം എടുക്കാം. നമുക്ക് ഇത് ഒരു ദിൽ ലീവ്സ് ആണ്, ജസ്റ്റ് ഫോർ ഗാർണിഷ് ഇത് യൂസ് ചെയ്യാം. ഇറ്റ് വിൽ ലുക്ക് റിയലി നൈസ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളത് കോക്ടെയിൽ സോസാണ്. ഇത് ജസ്റ്റ് ഒരു ഗാർണിഷ് അല്ലെങ്കിൽ ഒരു ആ പ്രോൺസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കോക്ടെയിൽ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും മാത്രം. വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ്. ഇറ്റ് ഇസ് നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ ഇത് പ്രോൺസിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് അവക്കാഡോ പ്രോൺ സാലഡ് റെഡിയാണ്. പ്രോൺസ് ഇതിൽ ചോപ്പ് ചെയ്ത പ്രോൺസ് ഇതിനകത്തുണ്ട്, അല്ലാതെ പ്രോൺസ് പുറത്തുണ്ട്. അതിന് ജസ്റ്റ് ഒരു ഗാർണിഷായിട്ട് കോക്ടെയിൽ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇറ്റ് ലുക്സ് റിയലി നൈസ് ആൻഡ് ടേസ്റ്റ് ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇറ്റ് ഈസ് നത്തിങ് ഗ്രേറ്റ്, ഇറ്റ് നോ റോക്കറ്റ് സയൻസ്. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ സാലഡ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യൂ. എല്ലാം ട്രൈ ചെയ്ത് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് ദ ടേസ്റ്റ് വിൽ ബി ആബ്സല്യൂട്ട്ലി ഓസം. പ്രോൺ ആൻഡ് അവക്കാഡോ സാലഡ് നിങ്ങൾ ട്രൈ എന്ന് വിചാരിക്കുന്നു. പുതിയ രുചികളുമായി വീണ്ടും കാണാം. Till then, this is Chef Rajesh signing off from Ramada Hotel, Abu Dhabi.
അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം agin@amrthatv.com. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.